ഇന്നത്തെ ഡേ കണ്ടാരോ? ഇത് ഞങ്ങൾ വേറെ എവിടെയല്ല കേട്ടോ ഉള്ളത്, ഏട്ടൻ്റെ വീട്ടിലാണ്. 2 ദിവസമായിട്ട് അങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ ഞങ്ങളെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് ഇതാ, നേരെ വാതിൽ തുറന്നാൽ കാണുന്നത് ഞങ്ങൾക്ക് ചെറുകുളം പുഴയാണ്. ഞങ്ങൾ പുഴേൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ കല്ലു ഏട്ടനും നല്ല ഉറക്കത്തിലാണ്. കല്ലുവിനെ എനിക്ക് വിളിച്ച് എണീപ്പിക്കണം, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനും ഉണ്ട്. അപ്പം ഞാൻ കല്ലൂനെ എണീപ്പിക്കുന്നതിന് മുമ്പേ കല്ലൂന് വേണ്ടതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാട്ടോ അവളെ എണീപ്പിച്ച്. പൊതുവേ അവൾ എണീറ്റ് വരുമ്പോൾ അവൾക്ക് ചില സമയത്തൊരു വാശി പിടിക്കലുണ്ട്. ഇന്നെന്തോ വാശിയൊന്നുമില്ല. അപ്പോൾ അവളെ കുളിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. രാവിലെ കുളിപ്പിച്ച് അവൾക്ക് വേഗം പണി കിട്ടും, കഫക്കെട്ടൊക്കെ വരും, നല്ല തണുപ്പും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അവൾക്ക് പഴമൊക്കെ നെയ്യിൽ വാട്ടി വെച്ച് കൊടുത്തതാണ്. അത് അവൾ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അഥവാ കഴിച്ചിട്ടില്ലെങ്കിൽ എടുത്ത് പിടിക്കാമെന്ന് വിചാരിച്ചാണ്, വണ്ടിയിൽ നിന്ന് കൊടുക്കാമല്ലോ. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രഷായി മാറ്റി വണ്ടിയിൽ കയറിയിട്ടോ. ഞങ്ങൾ പോകുന്നത് ഉള്ളേരിക്കാണ്. ഉള്ളേരൊരു വൈദ്യരെ കാണാൻ പോവാണ്. ഇതിൻ്റെ മുമ്പേ വൈദ്യരെ എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഏട്ടൻ ഒറ്റയ്ക്കാണ് പോയത്. ഏട്ടനൊരു സ്റ്റോണിൻ്റെ പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വൈദ്യരെയാണ് കേട്ടോ ഇതൊക്കെ മാറ്റി കൊടുത്തത്. ഇപ്പം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വീണ്ടും എന്തിനാ വൈദ്യരെ അടുത്തേക്ക് പോകുന്നതെന്ന്. ഇത് പണി കിട്ടിയത് ഏട്ടൻ്റെ അമ്മയ്ക്കാണ് കേട്ടോ. സ്റ്റോണിൻ്റെ പെയിൻ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കാണിച്ച് അന്നേരം ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് വൈദ്യരെ കാണിക്കുക, കംപ്ലീറ്റ് മാറുമല്ലോ എന്ന് പറഞ്ഞ്. അവിടെ എത്തിയാൽ ഞങ്ങൾ വൈദ്യരെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ പുതിയൊരു അതിഥി വന്നിട്ടുണ്ടേ, പശുക്കുട്ടി. ഇത് തലേ ദിവസം വന്നതാണെന്നാണ് പറഞ്ഞത്. കല്ലു ഇതിനെ കണ്ട പാടിനെ ഇതിന് പേരൊക്കെ ഇട്ടിട്ടോ, കുട്ടു എന്നാണ് കേട്ടോ അതിനെ വിളിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഇതേമാതിരി പശുക്കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ അവൾ അതിനെ കുട്ടു എന്നുള്ള ഓർമ്മയിൽ ഇതിന് കുട്ടു എന്ന് പേരൊക്കെ ഇട്ട് വിളിക്കുകയാണ്. അങ്ങനത്തേനെയൊക്കെ കണ്ടാൽ കല്ലു അടങ്ങിയിരുന്നോളൂ. പിന്നെ ഞങ്ങൾക്ക് വൈദ്യർ കുറേ അവിടുത്തെ മൂത്രത്തിൻ്റെ കല്ലൊക്കെ കാണിച്ചു തരികയാണ്. ഓരോരുത്തർക്ക് കല്ല് പോയതൊക്കെ കിട്ടിയത് അവർ അവിടെ കൊണ്ട് കൊടുക്കും കേട്ടോ. അത് വൈദ്യർ എടുത്തു വെക്കുക. ഇതാട്ടോ വൈദ്യർ, ഉള്ളിയേരി രാജൻ എന്നാണ് പേര്. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ വൈദ്യരെ കാണുന്നത്. എന്തായാലും അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. വേദന എവിടുന്നാന്ന് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പച്ച മരുന്ന് എന്തോ കൊടുത്തതാണ് രാവിലെ വെറും വയറ്റിൽ. അത് കുടിക്കുന്ന എക്സ്പ്രഷനാണ് നിങ്ങൾ കാണുന്നത്. എന്തോ ഛർദ്ദിക്കാനൊക്കെ ഉള്ള മാതിരിയാണ് എക്സ്പ്രഷൻ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇറങ്ങി പിന്നെ ഞങ്ങൾ പുറമേ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ലേ. ഫോൺ അണിച്ച വണ്ടിയിലായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയപ്പം പിന്നെ ഫോണൊന്നും ശ്രദ്ധിക്കൂലല്ലോ. പിന്നെ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി എണീറ്റിട്ടൊക്കെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. കല്ലൂന് അവിടെ വെച്ച് കൊടുത്താൽ മതി, കല്ലു ഇരുന്ന് കഴിച്ചോളൂ. ഇത് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ വേഗം അവളെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയതാണ്. നേരെ ഇറങ്ങിയത് വർക്ക്ഷോപ്പിലേക്കാണ്, ഏട്ടൻ്റെ വർക്ക്ഷോപ്പിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വന്നതാണ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അവിടെ നിന്ന് പോവാൻ. ഞങ്ങളെ ഒന്ന് വെങ്ങാലിക്ക് ആക്കണം. അപ്പോൾ ഏട്ടൻ ജസ്റ്റ് വർക്ക്ഷോപ്പിലൊക്കെ കയറി എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങളെ അങ്ങോട്ട് ഇറക്കി തരിക. അപ്പോൾ എന്തോ അവിടുന്ന് ഏതോ വണ്ടീൻ്റെ എന്തോ സംഭവം വേഗം പണിയെടുക്കുന്നുണ്ട്, എന്തോ ചെറിയ എന്തോ പണിയാണ്. അതവിടെ നോക്കിക്കുന്ന നേരം കൊണ്ട് ഞങ്ങൾ നേരെ ഓഫീസിൽ പോയിട്ട് കല്ലൂൻ്റെ എന്തോ ഒരു ടോയ് ഉണ്ടായിരുന്നു അവിടെ, മലയ്ക്ക് പോയപ്പോഴുള്ള ടോയ് ഉണ്ടായിരുന്നേ, ഡോക്ടർ സെറ്റ്. അതെടുത്ത് ഞാൻ കല്ലൂന് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തതാണ് കല്ലൂന്. പിന്നെ ഞങ്ങൾ നേരെ വെങ്ങാലിക്ക് പോയി. അവിടെ ചെന്ന പാടന്നെ കല്ലു വേഗം അകത്തേക്ക് ഓടി കയറിക്കോളൂ കേട്ടോ. അക്കുമണി അഞ്ചാർ അംഗൻവാടി പോയതായിരിക്കും. ഞങ്ങൾക്കൊന്ന് അംഗൻവാടി വരെ പോകാനും ഉണ്ട്. കല്ലുന് വരേൻ്റെ മരുന്ന് കൊടുക്കാണ്ടല്ലോ. അപ്പം കല്ലു വേഗം അകത്ത് കയറിപ്പോയി കർണേട്ടനോടൊക്കെ ലോഗ്യം പറഞ്ഞ് പിന്നെ അക്കുവിൻ്റെ ടോയ്സ് എടുക്കാൻ പോകുന്ന കേട്ടോ ഈ കാണുന്നത്. ഓടി ചെല്ലുക, പിന്നെ അവിടുന്ന് സ്പൈഡർമാനൊക്കെ പറപ്പിച്ച് കളിക്കുക. ഇതെല്ലാം കഴിഞ്ഞാവാൻ കല്ലൂനെ അംഗൻവാടിയിലേക്ക് കൊണ്ടുപോയതാണ്. അപ്പോൾ അക്കു ഇത് അംഗൻവാടിയിൽ ഇരിക്കുന്നുണ്ടേ. അപ്പം അക്കു ഇവളെ കണ്ട പഠനം ചിരിക്കുന്നു, എന്തൊക്കെയോ ലോഗ്യമൊക്കെ പറയുന്നുണ്ട്. കുട്ടികളാണെന്ന് വെച്ചാൽ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ റാഗീൻ്റെ എന്തോ ഒരു ഫുഡ് കൊടുത്തതാണ് അവർക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ കല്ലൂനാന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് വരേൻ്റെ മരുന്ന് ഞാൻ കൊടുക്കുന്നത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യമൊന്നും കൊടുത്തിട്ടില്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവൾ കുടിക്കുമല്ലോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവളെ ടീച്ചർ പിടിച്ച് വെച്ച് മരുന്ന് കഴിപ്പിച്ചിട്ടാണ് വിട്ടത്. അവൾ വേഗം ഇറങ്ങിപ്പോകും, ഇനി എന്തേലും മരുന്ന് തന്നാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതാ റോഡുമല്ല അതാരാ കിടക്കുന്നത്. ഇതിനെ കണ്ടതിന് അവിടെ സ്റ്റക്കായി നിൽക്കും കേട്ടോ. പിന്നെ അതിനോടൊക്കെ ലോഗ്യം പറയും. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറി. എന്തായാലും ഇവർ പുറത്തേക്ക് പോവുക, എന്നാൽ പിന്നെ ഞങ്ങളും വണ്ടിയിൽ കയറി ഇരിക്കുക വിചാരിച്ചു. വെറുതെ എന്തിനാ അവിടെ ഇരിക്കുന്നത്, വണ്ടിയിലിരുന്നാൽ കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ വിചാരിച്ച് കല്ലൂനെയും കയറ്റി ഞങ്ങളങ്ങ് പോവുകയാണേ. ഇത് ടൗണിലേക്ക് പോവുകയാണ്. ഇവർക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ശോഭേച്ചിക്ക്. അങ്ങനെ ഇതാട്ടോ അശ്വതി ചേച്ചി. അങ്ങനെ ഞങ്ങൾ
ടൗണിലെത്തി വിളക്കിൻ്റെ പീടികയിലെറ്റാൻ കയറിയത് കേട്ടോ. കുറേ അടുപ്പിച്ചടുപ്പിച്ച് അവിടെ പീടികയുണ്ട്. അപ്പോൾ ഒരു പീടികയിൽ കയറുമ്പോൾ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുനിന്നും വിളിക്കും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഒരു കടയിൽ കയറി. അങ്ങനെ ആ കടയിൽ നിന്നൊക്കെ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങളൊരു ജ്യൂസ് പീടികയിൽ കയറിയതാട്ടോ. അപ്പോൾ കല്ലു ഷേക്ക് കുടിക്കുക. അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ച് വീട്ടിലെത്തി. പിന്നെ അവളെ മെയിൻ പരിപാടി ഇതാണ്, സ്റ്റെപ്പ് കയറി ഇറങ്ങുക. ഇതിലവൾ ഭയങ്കര എക്സ്പേർട്ടായിട്ടോ. എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ, സ്റ്റെപ്പ് കയറി ഇറങ്ങി. അങ്ങനെ അവൾ സ്റ്റെപ്പ് കയറില്ല, അവൾ എക്സ്പേർട്ടായി പഠിച്ചിട്ടോ. ഇതന്നെ അവളപ്പോഴത്തെ ജോലി. ഞാൻ കല്ലുവിനോട് പറയുകയാണ്, മതി കയറി ഇറങ്ങിയത്, അക്കുമണി വരാനായിട്ടുണ്ട്, വാ നമുക്ക് അവളെ പോയി നോക്കാമെന്ന് പറഞ്ഞ്. എന്തൊക്കെയുണ്ട് ഒന്നുമില്ലല്ലോ. എന്തായാലും കള്ളത്തനുണ്ടല്ലേ? എന്താ പണി? അയ്യോ കാക്കയെ പറ്റിച്ചോ കല്ലോട്? ഞാൻ മാട്ടി കാക്കയെ പിന്നെ അതാ മീനൂട്ടീനെ കൂട്ടി അശ്വതീശയായി വരുന്നത്. അപ്പോൾ ഇവർ ഇത്രയും നേരം മീനൂട്ടീനെ കാത്തുക്കുക കേട്ടോ. മീനു വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ടുണ്ട് മീനുവിൻ്റെ ഏതോ ഫ്രണ്ടിനെ കാണാൻ. അവളെടുത്തിറങ്ങിയതാണ്. അങ്ങനെ അക്കുണ്ട് മീനു അവിടെ ഉണ്ട് പറഞ്ഞ മീനുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓടുക കേട്ടോ. കല്ലൂനെ അവിടെ പിടിച്ച് വെച്ചാണ്. പിന്നെ പകുതി എത്താൻ നേരം ഞാൻ കല്ലൂനെയും വിട്ടിട്ടോ. അപ്പോൾ 3 പേരും കൂടി നടന്നിങ്ങനെ വരികയാണ്. ഇനി ഇവിടെ ഫുള്ള് കളിയായിരിക്കും കേട്ടോ. അങ്ങനെ മീനൂട്ടി വന്നു കഴിഞ്ഞ് മീനൂട്ടി വേഗം ഇവർക്ക് TV ഒക്കെ വെച്ച് കൊടുക്കും. കാർട്ടൂൺ കണ്ടോയെന്ന് പറഞ്ഞിട്ട് TV വെച്ച് കൊടുത്താണ്. അത് ഡോറാ ബുജീൻ്റെ അറ്റാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ കുറച്ച് നേരം അവിടെ അടങ്ങിയിരുന്ന് കണ്ടോളൂ കേട്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓടി കളിയാണ്. അങ്ങനെ 2 പേരും കൂടി ഡോറാ ബുജി കണ്ടിരിക്കും നേരം കൊണ്ട് ഞാൻ താഴെ വരെ പോയി വന്നതാണ്. പിന്നെ കല്ലുവിനോട് പറഞ്ഞു വാ ചായ കുടിക്കാൻ പറഞ്ഞ് കല്ലുവിനെ കൂട്ടിക്കൊണ്ടുവന്ന ചായക്ക്. അപ്പോൾ കല്ലു ചായയൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ ഇതാ ഇപ്പം തുടങ്ങിയ സൂക്കേടാണ് അലുവ കഴിക്കുന്നത്. മറ്റേ ഇങ്ങനത്തെ മധുരങ്ങളൊന്നും അവൾ കഴിക്കില്ല കേട്ടോ. ഇപ്പം എന്തോ മധുരമൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2-3 കഷ്ണം അലുവയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതാണെന്ന് നല്ല സോഫ്റ്റ് അലുവയാണ്. അങ്ങനെ കല്ലു അലുവയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതവിടെ സീരിയലിൻ്റെ സമയമായി, സാന്ത്വനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സാന്ത്വനം കാണുന്ന തിരക്കിലാണ് ഇവർ. സാന്ത്വനം ഇവിടെ കുത്തിരുന്ന് കാണുക. ഞങ്ങളെന്ന് വെച്ചാൽ മുകളിലേക്ക് പോയി. അപ്പോൾ കല്ലുവിനെ ഞാൻ ഫ്രഷൊക്കെ ആക്കിയേ. ഇനിയിപ്പം വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ആക്കൽ നടക്കൂല, അവൾ അന്നപ്പോഴേക്ക് ഉറങ്ങിപ്പോവും. പിന്നെ ഇവിടുന്ന് അവളെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റി നിർത്തിയതാണ്. അവിടുത്തെ പിന്നെ കളിയോട് കളി തന്നെയാണ്. ഇനി രാത്രി വരെ ഇങ്ങനെ കളിച്ച് നടക്കും. അതിൻ്റെ ഇടയിൽ മീനൂട്ടി ഉണ്ട് എന്നോട് പറഞ്ഞ് ഡാൻസ് പ്രാക്ടീസ്. ഇവരിവിടെ ഡാൻസ് പ്രാക്ടീസിലാട്ടോ. ഇവർക്ക് റെസിഡൻസിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് കളിക്കാനുള്ള ഭയങ്കര പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിവരെ ഡാൻസൊക്കെ കാണാൻ പോയിരുന്നതാണ്. അപ്പോൾ ഞാൻ ഇവരെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. കല്ലു അക്കുവച്ച് അപ്പുറത്തുനിന്ന് കളിക്കുന്നുമുണ്ട്. അവരെയും നോക്കണം, ഇവരെ ഡാൻസും കാണണം, എല്ലാം കൂടി ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. പിന്നെ അതവിടെ കളിയോട് കളി തന്നെയാണ്, ആട്ടിക്കൊടുക്കുന്നു. പിന്നെ ഏട്ടൻ വന്ന് ഞങ്ങൾ പിന്നെ പോയിട്ടോ. പിന്നെ വണ്ടിയിൽ നിന്ന് കല്ലു ഉറങ്ങിപ്പോയി. അങ്ങനെ വീടെത്തുമ്പോഴേക്ക് നേരെ കല്ലുവിനെ കൊണ്ടുപോയി കിടത്തി. അങ്ങനെ കല്ലു ഉറങ്ങി. ഇന്നത്തെ